ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞിട്ടില്ല. മുത്തുനബിക്ക് പ്രിയപ്പെട്ട ഭക്ഷണമാണോ റസൂലുള്ള കഴിക്കും, റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതാണോ തങ്ങളത് മാറ്റിവെക്കും എന്നതല്ലാതെ അതിന്റെ ഉപ്പ് കുറഞ്ഞു പോയി, അതിന്റെ എരു കൂടിപ്പോയി, മറ്റേതെങ്കിലും പരാതികൾ പറഞ്ഞ് ഒരു നിമിഷം പോലും അല്ലാഹുവിന്റെ ഹബീബ് ഭക്ഷണത്തിനെ ആക്ഷേപിച്ചിട്ടില്ല. ബീവി ആയിഷ ഉമ്മ രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന് നമ്മുടെ വീടുകളൊക്കെ പൊട്ടിത്തെറികളാണ്. ഭർത്താവിന്റെ പെങ്ങള് തോർത്തുമുണ്ട് കുളിച്ചതിനാ തലാഖ് ആവശ്യപ്പെട്ട ഒരു പെണ്ണിന്റെ ചരിത്രം ഞാൻ പേപ്പറിൽ വായിച്ചു. നാത്തൂൻ ഒരു തോർത്തുമുണ്ടെടുത്ത് കുളിച്ചതാ പ്രശ്നം. ഈ നിലയിൽ ദുഷിച്ച ഒരു സ്വഭാവത്തിലേക്ക് പോകുമ്പോ ഏറ്റവും വലിയ മാതൃകയാകേണ്ടത് നമ്മുടെ വീടാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ആ വീട് വലിയ ബർക്കത്തുള്ള വീടാണ്. ഞമ്മക്ക് 2-3 വീടുകളാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. ഒന്ന് നമ്മളെ ഖബർ ഒരു വീടാണ്, നമ്മളെ ഈ വീട് ഒരു വീടാണ്. നിന്റെ ഖബറിപ്പ് എങ്ങനെയാണ് ഈ കാര്യം? നമുക്കുള്ള പേടിയല്ലേ? പടച്ചവനെ ഖബറെന്ന് കേട്ടാൽ പരംപിരിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബർ എങ്ങനെയാണ്? നമ്മളെ ഖബർ എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ ഇപ്പൊ നമ്മളെ വീട് എങ്ങനെയാണ്? നിങ്ങളെ വീട്ടിലെ അവസ്ഥ ഇപ്പൊ എന്താണ്? എന്നും തല്ലുംപിടിയാണോ? എന്നും കച്ചറയാണോ? എന്നും സിനിമയാണോ? എന്നും സീരിയലാണോ? എങ്കിൽ നിങ്ങളെ ഖബറിന്റെ അവസ്ഥ അതുപോലെയാണ്. നിങ്ങളെ വീടെന്നും ഖുർആനത്തിന്റെ വീടാണ്, നിങ്ങളെ വീടെന്നും സൽക്കർമ്മത്തിന്റെ വീടാണ്, നിങ്ങളെ വീടൊന്നും സ്വഭാവത്തിന്റെ വീടാണ്. എന്നാൽ നമ്മളെ ഖബറും വലിയ സന്തോഷമുള്ള ഖബറാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ വീട് ഖബറിന്റെ ഒരു സാമ്പിളാണ്. അതുകൊണ്ട് നമ്മളെ സ്വന്തം വീടിന്റെ പവിത്രത കാത്താൽ എന്റെ ഖബറിന്റെ പവിത്രതയും നല്ലതാ. അതിനെന്ത് വേണം? ആളുകളെ സ്വഭാവപരമായി നന്നാക്കണം. സ്വഭാവം നന്നാകാതെ ഒരു കുടുംബജീവിതവും ഒരു വീടും നന്നാകില്ല. ഈ സ്വഭാവം നന്നാകാനുള്ള വഴി എന്താണ്? അതിനാണ് അല്ലാഹു തരുന്നു, നോമ്പ് തരികയാണ്. നോമ്പും ഖുർആനും ഒക്കെയും നമ്മളെ സ്വഭാവം നന്നാകാനുള്ള വഴിയാണ്. അല്ലേ? എവിടെയെല്ലാം സ്വഭാവം മോശമാകണോ അവിടെയാണ് കൽബ് നന്നാക്കേണ്ട മരുന്ന് കൊടുക്കേണ്ടത്. 5 മരുന്ന് കൊടുത്താൽ ആ വീട്ടിൽ അസൂയ ഉണ്ടാവൂല. 5 മരുന്ന് കൊടുത്താൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകൂല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് നോമ്പെന്ന് പറഞ്ഞാൽ. കാരണം നോമ്പ് സ്വഭാവം നന്നാകാനുള്ള വഴിയാണ്. സ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷമം ദേഷ്യമാണ്. എന്ത് പറഞ്ഞാലും ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് പലതും ചെയ്യാം. എന്നാൽ ആ സ്വഭാവത്തിൽ നോമ്പ് നോൽക്കുന്നവനോട് റസൂലുള്ള പറയാൻ, ഒരാള് നോമ്പ് നോറ്റിട്ട് വൈകുന്നേര സമയമായാൽ റസൂലുള്ള പറയുന്നു, ഫമൻ ശാതമഹു, ഒരു നോമ്പുകാരനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ ഉടനെ അയാൾ പറയണം, അയാളെ മനസ്സുകൊണ്ട് ഞാൻ നോമ്പുകാരനാണ്. ഒരാൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഉച്ച കഴിയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമല്ല വെള്ളമല്ല ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ ആരെന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കും. ഈ ദേഷ്യം പിടിക്കണ നേരത്തെ എന്ത് പറയാന്നൊരറ്റമില്ല. പെണ്ണുങ്ങളെ 3 അല്ല 300 തലാക്ക് ചെല്ലാൻ ആൾക്കാരുണ്ടാവും. മക്കളെ തല്ലും കൊല്ലും, ഇതൊക്കെയല്ലേ മദ്യപാനി ചെയ്യുന്നത്. എന്നാൽ റസൂലുള്ള പറയുന്നു, നോമ്പ് നോക്കുന്ന നിങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ട്. വിശപ്പും വെള്ളവും മാറ്റിവെക്കുമ്പോ ദേഷ്യം കൂടുതലാണ്. ഈ കൂടുതലുള്ള ദേഷ്യത്തോടെ നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ ആരെങ്കിലും നിങ്ങൾ അപരാധം പറഞ്ഞാൽ
നിങ്ങൾ പറയണം മനസ്സുകൊണ്ട്, ഓൻ ആ പറഞ്ഞതിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ എന്റെ പേരേക്ക് കയറി ചെന്നപ്പോ എന്റെ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടിയത് ദേഷ്യം പിടിക്കാഞ്ഞിട്ടല്ല. ഞാൻ എന്റെ വീട്ടിക്ക് ചെന്നപ്പോ എന്റെ വീട്ടിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കാത്തത് കൊണ്ടല്ല. ഇന്നീ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. ഈ നോമ്പാണെന്ന മനസ്സ് ഞാൻ വെച്ചിട്ട് എന്റെ മനസ്സ് പൊറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ മൗനം പാലിക്കണ് കണ്ടപ്പോ, നമ്മളിങ്ങനെ ഒരു സ്ലോവാണ് കണ്ടപ്പോ, അങ്ങനെയാണല്ലോ. കുറച്ച് താന്ന ആളാണെങ്കിൽ ഓനെ കുതിര കയറാൻ ആൾക്കാരുണ്ടാവും. സ്ട്രോങ് കാട്ടിയ ചെയ്യില്ല. ഇയാളെ സ്ട്രോങ് കുറഞ്ഞപ്പോ ഇവൻ പിന്നെയും കുതിര കളിക്കാടുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, നീ അവനോട് പ്രതികരിക്കണമെന്നല്ല പറഞ്ഞത്, നീ അവനോട് പറയണം, എടോ മനുഷ്യ, നീ ഇപ്പൊ എന്നോട് ഈ കാണിച്ച ക്രൂരതക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ നോമ്പുകാരനായതുകൊണ്ടാണ്. ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, മക്കളെ ഇങ്ങനെ ഈ കാട്ടിയത് കണ്ടിട്ട് എനിക്കൊന്നും പറയാഞ്ഞിട്ടല്ല, ഞാൻ നോമ്പുള്ള ആളാണ്, റമദാനാണെന്ന് കരുതിയിട്ടാണ്. ഈ നിലയിലുള്ള ഒരു പ്രതികരണം കൊടുത്താൽ അയാളാണ് നോമ്പുകാരൻ. കാരണം അയാള് ദേഷ്യം പിടിച്ചിട്ടില്ല. അയാളെ ദേഷ്യത്തെ അയാൾ അമർച്ച ചെയ്യാൻ പഠിപ്പിക്കാനാണ് നോമ്പ്. നിങ്ങൾ നോക്കൂ, വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്തെങ്കിലും കണ്ടാൽ അവിടെ വച്ചുണ്ടാക്കുന്ന സ്വഭാവം അത് ശരിയല്ല. ഏത് കാര്യം കേട്ടാലും ഓടിപ്പീടി കലാപം ഉണ്ടാക്കേണ്ടവരല്ല. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ, ചിലരോ ക്ഷമിക്കും നീതരിക്കും മൂടനാ, വില്ലിന്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ? ഇന്ന് നിങ്ങൾ നോക്കൂ, ചെറിയ പ്രശ്നം കാണുമ്പോഴേക്ക് കലാപം നടത്തുന്ന ആളാണ്. മനുഷ്യനെ നന്നാക്കാൻ ഈ റമദാൻ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ പവിത്രതയും നന്നാകുന്നു. ഹബീബായ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി മുത്തുനബി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആയിഷ ബീവിന്റെ വീടിന്റെ ആ ആയിഷ ബീവിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് കണ്ടോ? ആയിഷ ഉമ്മ വീട്ടിലേക്ക് ചെന്ന സമയം അള്ളാന്റെ ഹബീബ് ആ സമയത്ത് വീട്ടിലിരിക്കുകയാണ്. ഒരു മുസാഫിറായ മനുഷ്യൻ അതാ മുത്തുനബിയെ കാണാൻ വേണ്ടി വരുന്നു. റസൂലുള്ള വീട്ടിലുണ്ടാകുമ്പോ പല വിരുന്നുകാരും കാണാൻ വരും. ആ വിരുന്നുകാരെ കയ്യിലെല്ലാം എന്തെങ്കിലും ഒരു പലഹാരം. നമ്മൾ കാര്യപ്പെട്ട ആളെ കാണാൻ പോകുമ്പോ നമ്മൾ പഴയ കാലത്ത് നെയ്യപ്പം ചുട്ടുകൊണ്ടുപോകും, കളത്തപ്പം ചുട്ടുകൊണ്ടുപോകും, അപ്പങ്ങൾ കരുതുകൊണ്ടുപോകും. അത് വീട്ടിലുണ്ടാക്കുന്ന കലയാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങും. വീട്ടിലുണ്ടാക്കുന്ന സ്വഭാവം കുറവാണ്. ഏതായിരുന്നാലും നല്ല നല്ല ആളുകളെ കാണാൻ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ചെന്ന മുസാഫിറായ മനുഷ്യൻ അയാളെ കയ്യിലുള്ള സമ്മാനവുമായി ചെന്നപ്പോ അത് ഭക്ഷണമാണ്. മുത്തുനബി ആയിഷ ഉമ്മാന്റെ വീട്ടിലാണ്. ആ വന്ന മുസാഫിറായ മനുഷ്യനും മുത്തുനബിയും കൂടി ആ ഭക്ഷണം അങ്ങ് കഴിക്കാൻ തുടങ്ങി. ആയിഷ ഉമ്മക്ക് രസിച്ചില്ല. ഓടി വന്നിട്ട് ആ പാത്രത്തിൽ ഭക്ഷണം ചിതറി പരതിപ്പോയി. അള്ളാന്റെ ഹബീബ് ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിലെ ഒരു കലാപത്തിന്റെ ഒരു അമർച്ചയാണ്. നമ്മളെ പെരിയിലിരിക്കുക. നമ്മളെ പ്രധാനപ്പെട്ട ലോകക്കാരങ്ങനെ പെരേക്ക് വന്നപ്പോ അയാളും ഞാനും കൂടി ഇങ്ങനെ തിന്നുകൊണ്ട് എന്റെ പെണ്ണുങ്ങൾ വന്നിട്ട് ആ പാത്രത്തിൽ തട്ടങ്ങട്ട് കൊടുത്തു. പാത്രം കണ്ട് പൊട്ടി ചിതറി, ഭക്ഷണം ചിതറി. നിങ്ങളെ മനസാക്ഷി എന്ത് പറയും? ഒരു നിങ്ങളവിടെ നടത്തും. നിങ്ങളെ ഇമേജ് പോയി. ഇന്ന് ചങ്ങായിമാർക്ക് വേണ്ടിയല്ലേ ആൾക്കാർ ജീവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. എവിടെയോ മനുഷ്യൻ ചങ്ങാതിമാർക്ക് വേണ്ടി, ഇമേജിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വിഷയമൊന്നും പറയണ്ട. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഉംറക്ക് പോയപ്പോ ഒരാൾ ദ്വാരിപ്പിക്കുകയാണ്, ഉസ്താദെ, ഒരു പെണ്ണ് എന്റെ ഭർത്താവിന്റെ ലോകക്കാരൻ എന്നെ കാഴ്ചവെച്ചു.
3-4 കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ സഹിച്ചിരിക്കുകയാണ് ഈ കുട്ടികളെ ഭാവി ആലോചിച്ചിട്ട്. ഏതത് കാലം? സ്വന്തം ഭർത്താവിനെയും ചങ്ങായിമാരെ കൊണ്ട് കണ്ട് ഒരുങ്ങാൻ വേണ്ടി നിന്നു കൊടുക്കുകയാണ്. അത്രയും ദുഷിച്ച ഒരു കാലഘട്ടത്തിൽ ലോകം ഇന്ന് എന്തെല്ലാം നമ്മളെ വീട്ടിൽ നടത്തുന്നുണ്ടോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മാത്രം. എന്റെ ഭാര്യ ചങ്ങായിമാര് വന്നാൽ അവരെ പരിഗണിക്കണം, അവരെ കീപ്പ് ചെയ്യണം, അവരെല്ലാം ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് വെറുപ്പാണ്. ഞാൻ ഇല്ലെങ്കിലും എന്റെ വീട്ടിലേക്ക് വരുന്ന സ്വഭാവം ഇതൊക്കെ ഇപ്പൊ കൂടുതലാണ്. നിങ്ങൾ ഈ വീടിന്റെ പവിത്രതാന്തം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സൂറത്തുന്നൂറ മറച്ചു വെച്ച് ഒരു 10 ദിവസമെങ്കിലും വേറെ പറയാൻ പറ്റും. വിഷയം പെണ്ണുങ്ങളെ മാത്രം പറ്റി പറയുന്ന സൂറത്താണ്. ഇതിൽ പറയാത്ത ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ ചങ്ങായിയെ പരിഗണിക്കാതെ പെണ്ണ് ചെയ്താൽ എന്താ സ്ഥിതി? അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഇവിടെയാണ് മനുഷ്യന്മാര് പെണ്ണുങ്ങളെ അടിക്കുന്നത്, ഇവിടെയാണ് മനുഷ്യന്മാര് ഭാര്യയെ തല്ലുന്നത്, ഇവിടെയാണ് മനുഷ്യന്മാര് ഭാര്യയെ മൊഴി ചെല്ലുന്നത്. കാരണം അയാളെ ദേഷ്യത്തിന്റെ വെപ്രാളം കൊണ്ട് 3 തലാഖ് ചൊല്ലി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ വെല്ലടിച്ചിട്ട് കാര്യമില്ല. അള്ളാന്റെ ഹബീബിന്റെ സ്വഭാവത്തിന്റെ പക്വതയാണ് ആയിഷ ഉമ്മ കാണിച്ച അവിവേകത്തിന് അള്ളാന്റെ റസൂല് പ്രതികരിച്ചില്ല. റസൂലുള്ള നേരെ ആയിഷ ബീവിയുടെ അടുക്കളയിലേക്ക് പോയി. ആയിഷ ബീവിന്റെ കിച്ചണിൽ നിന്ന് നല്ല ഒരു പാത്രം എടുത്തുകൊണ്ടുവന്ന് താഴെ വീണ ഭക്ഷണങ്ങളെല്ലാം പെറുക്കിയെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ടു. ഇയാളെ മുന്നിൽ വെച്ചിട്ട് പറയുന്നു, കുലൂ വാറത്തുമ്മുക്കും ഖാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരോ, ഭക്ഷിച്ച നമ്മളെ ഉമ്മാക്ക് വെറുപ്പ് കുടുങ്ങിയതാണ്, ഉമ്മാക്ക് ദേഷ്യം വന്നതാണ്, നിങ്ങൾ കഴിച്ചോളൂ, പ്രശ്നമാക്കണ്ട. സുൽത്താന്റെ ഭാര്യമാരെല്ലാം നമ്മളെ അമ്മമാരാണ്. പിന്നെ അയാളും മുസാഫിറും റസൂലയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. അയാൾ പോകട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, പോകാനായിട്ടില്ല. നിങ്ങൾ നല്ല ഒരു പാത്രത്തിലാണല്ലോ ഭക്ഷണം കൊണ്ടുവന്നത്. നമ്മൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചാൽ ചായ നമുക്കുള്ളൂ, ക്ലാസ് നമ്മളതല്ല. നമുക്കൊരാളൊരു പാത്രത്തിൽ ഭക്ഷണം കൊടുന്നാൽ ഭക്ഷണേ നമുക്കുള്ളൂ, പാത്രം നമ്മളതല്ല. ഹോട്ടലിൽ നിന്ന് ക്ലാസ് പൊട്ടിയാൽ ക്ലാസിന്റെ പൈസ നമ്മൾ കൊടുക്കണം, ചായന്റെ കാശ് വേറെയും കൊടുക്കണം. ഒരാളൊരു പാത്രത്തിൽ തന്നാൽ പാത്രം കൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല. നിങ്ങളുടെ ഈ വിലപ്പെട്ട പാത്രത്തെ പൊട്ടിച്ചു കളഞ്ഞത് ആയിഷ ബീവിയാണ്. അതുകൊണ്ട് ആയിഷ ബീവിന്റെ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് പകരം ഞാനൊരു പാത്രം തരാം. അള്ളാന്റെ റസൂൽ ആയിഷ ഉമ്മന്റെ ഒരു പാത്രം എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. അത് ന്യായാണ്. അയാൾ ആ പാത്രത്തെ അങ്ങോട്ട് പോയി. അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. കുറെ സമയം കഴിഞ്ഞു. ആയിഷ ബീവിയുടെ മനസ്സിന് മാറ്റം വന്നുപോയി. ആയിഷ ഉമ്മ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നരകത്തീജോലയിൽ നരകിക്കാൻ വിധിയല്ലോ, മാരകമായൊരു തെറ്റിൽ കെണിഞ്ഞുവല്ലോ. യാ റസൂലല്ലാഹ്, തങ്ങൾ എനിക്ക് മാപ്പ് തരണം. സാധാരണ പെണ്ണുങ്ങളെ മനസ്സ് കുട്ടികളെ മനസ്സ്. ചില സമയത്ത് ഗൗരവം ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ കുറയും. ആണുങ്ങളാകുമ്പോഴോ ഇങ്ങനെയല്ല. അതുകൊണ്ടല്ലേ എല്ലാ പരിചരണത്തിനും സ്ത്രീകളെയാണ് മുന്നിൽ. ഒരു ഹോസ്പിറ്റലിൽ അതുപോലെ മറ്റെന്തൊക്കെ സ്ത്രീകളുടെ പരിചരണത്തിൽ തുല്യമാകാൻ ഒരാളിന് കഴിയും. അതുകൊണ്ട് ആ വീടിന്റെ അന്തരീക്ഷം വൃത്തിയാകുന്ന അവിടെയാണ്. ഉടനെ ആയിഷ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഞാൻ ചിന്തിച്ചത് എന്താണെന്നല്ലേ, തങ്ങൾ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ആണ് എന്റെ അടുത്ത് വരുന്നത്. അന്ന് തങ്ങൾക്ക് ഭക്ഷണം തരാൻ ഞാൻ തന്നെ കാത്തിരിക്കുകയാണ്.
ആ മുസാഫിറിന്റെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ തങ്ങൾ എന്റെ ഭക്ഷണം കഴിക്കൂല. എന്റെ അധികാരത്തിൽ എന്തിനാണ് അയാൾ കൈയിട്ടത് നബിയെ? അതെനിക്ക് സഹിക്കാത്തതിന്റെ പേരിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് യാ റസൂലല്ലാഹ്. എനിക്ക് തങ്ങളൊന്ന് മാപ്പ് തരണം നബിയേ. ഇതൊരു പെണ്ണിന്റെ വികാരമാണ്. ഗൾഫിൽ നിന്ന് 1 മാസത്തിനോ 2 മാസത്തിനോ ലീവിൽ നാട്ടിൽ വന്ന പുതിയാപ്പളയാണ്. രാത്രി സമയത്ത് നേരത്തെ കിടന്നുറങ്ങാൻ കാത്തിരിക്കുന്ന ഭാര്യ, രാത്രി സമയത്ത് ഭക്ഷണം ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന ഭർത്താവിന് ഭക്ഷണം ഒരുക്കുന്ന ഭാര്യ. ഇയാൾ ചങ്ങാതിമാരൊത്ത് ടൗണിൽ കറങ്ങി നടക്കുകയാണ്. വളരെ വൈകിട്ട് വീട്ടിലെത്തിയിട്ട് ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം തരുമ്പോ ഇയാൾ പറയുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ ഇന്ന് പള്ളിക്കൽ ബസാറിലോ കാക്കഞ്ചേരിയിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി എന്റെ ചങ്ങാതിമാരൊത്ത് ചിക്കൻ തന്തൂരി അടിച്ചു വരികയാണ്, ഞാനിപ്പോ ബ്രോസ്റ്റ് കഴിച്ചു വരികയാണ്, ഞങ്ങൾ ഇന്ന് കമ്പനി ഒത്ത് ഭക്ഷണം കഴിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് ഭാര്യന്റെ മുഖത്ത് നോക്കി പറയുന്നവൻ അവൻ എത്ര ക്രൂരതയാണ് ചെയ്യുന്നത്. ഒരു പെണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു സ്നേഹമുള്ള ഭാര്യ 1-2 ദിവസം ഭക്ഷണം ഭർത്താവിന് തരാൻ കാത്തിരിക്കുകയാണ്. പലപ്പോഴും ആ പെണ്ണ് ഭർത്താവിനെ കാത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഇവനപ്പൊ ചങ്ങായിമാരൊപ്പിച്ചിട്ട് ഇങ്ങനെ അടിച്ച തന്തൂരി ചിക്കൻ അടിക്കാനും ബ്രോസ്റ്റ് അടിക്കാനും അൽഫാം അടിക്കാനും മുമ്പൊക്കെ രാത്രിയായുള്ള പണിയാണ്. അയാളിങ്ങനെ ഏമ്പടക്കെട്ട് വീട്ടിക്ക് വരാം, പറ്റും ചോറൊന്നും വേണ്ട, ഞാൻ കഴിച്ചു വരാം. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ആയിഷ ഉമ്മാന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അതാണ്. അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ഭക്ഷണം തരാൻ ഞാൻ തന്നെ കാത്തിരിക്കുമ്പോ തങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ ഭക്ഷണം എടുക്കാൻ പോകുമ്പോഴേക്ക് അയാൾ തങ്ങൾക്ക് ഭക്ഷണം തന്നപ്പോ പിന്നെ എന്റെ ഭക്ഷണം തങ്ങൾ കഴിക്കൂലല്ലോ. തങ്ങൾ എനിക്ക് മാപ്പ് തരണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് മാപ്പ് കൊടുക്കുകയാണ്. ആയിഷ ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കുകയാണ്. ആ വീട്ടിൽ പൊട്ടിത്തെറിയില്ല, ആ വീട്ടിൽ കലാപമില്ല, ആ വീട്ടിൽ പ്രശ്നങ്ങളില്ല. അവിടെ എന്താ ഉണ്ടായത്? അയാൾക്ക് ആണുങ്ങൾക്കൊരു സംയമനമാണ്. വീട്ടിലിങ്ങനെ പൊട്ടിത്തെറിച്ചാൻ കിടക്കല്ല. ആ സംയമനത്തിന്റെ വലിപ്പമാണ് അള്ളാന്റെ ഹബീബിന്റെ ഒരു കുടുംബജീവിതത്തിന്റെ വീട്ടിലെ ചിത്രമാണ്. ഇതാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിന് മാർക്ക് കിട്ടാനുള്ള കാരണം. ഇത് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഉമർ ഖാദി പാടിയതുപോലെ സല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ഖുലുഖിൻ ബിനസ്ലില്ലാഹി കാന ഈമാ ഫല്ലൻ വലീലൻ ലം യകും ബല്ലൈനാ ബർറർ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബിക്ക് കിട്ടിയ മാർക്ക് അവിടെയാണ്. കുടുംബത്തിൽ ആരും റസൂലുള്ളാഹിനെ പരാതി പറഞ്ഞിട്ടില്ല. ആ കുടുംബത്തിന്റെ അന്തരീക്ഷം എത്ര വിലപ്പെട്ടതാണ്. ഇതുകൊണ്ടാ റസൂലുള്ളാഹി പറയുകയാണ്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാം അധികാരമുള്ള മന്ത്രിമാരാണ്, നിങ്ങളെല്ലാം വല്ല അധികാരമുള്ള ആളുകളാണ്. നാളെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ഈ അധികാരങ്ങളെല്ലാം അല്ലാഹു ചോദിച്ചു കളയും. പക്ഷേ പ്രത്യേകമായ അധികാരമാണ്. വൽ മർഅതു റഅയ്യത്തുൻ അലാ ബൈതി സൗജിഹാ. ഭർത്താവിന്റെ വീടിന്റെ ഭരണം പെണ്ണിന്റെ കയ്യിലാണ്. ആ ഭർത്താവിന്റെ മക്കളുടെ അധികാരം അവിടത്തെ സ്ത്രീയുടെ കയ്യിലാണ്. അതുകൊണ്ട് വീട് ബർക്കത്തുള്ളതാകണം, വീട് കലാപമില്ലാത്തതാകണം, വീട് സൽസ്വഭാവത്തിന്റെ വീടാകണം, റബ്ബിന്റെ ബർക്കത്തുള്ള വീടാകണം. അത് സ്ത്രീയുടെ കയ്യിലാണ്. ആ വീട് എങ്ങനെ ഭരിക്കണം? ഇന്ന് ഒരു ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ അന്തരീക്ഷത്തിൽ
ആ മനുഷ്യൻ വൈകുന്നേരം വരെ ക്ഷീണിച്ച് അവശനായി വരും. ആ മനുഷ്യൻ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് 2 മാസത്തെ ലീവിന് വന്നതാണ്. ഇവിടെ പരാതികൾ ധാരാളം പറഞ്ഞാൽ പിന്നെ ആ ഭർത്താവിന് വീട്ടിലേക്ക് വരാനുള്ള സന്തോഷമാണ്. അള്ളാന്റെ റസൂല് പറയാണ്, ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയം ഭാര്യയാകട്ടെ ആ വീടിന്റെ ഉമ്മരത്തുനിന്ന് ഗേറ്റിങ്ങിലേക്ക് ചെന്ന് സ്വീകരിച്ചു കൊണ്ടുപോകണം. അല്ലോ, ഒരു അമ്മായിമി അമ്മോശാങ്കിയുള്ള വീട്ടിൽ ഒരു ഭാര്യ ഭർത്താവ് കണ്ട് വരുമ്പോഴേക്ക് ഗേറ്റിക്കാണ്ട് സ്വീകരിച്ചാൽ പിന്നെ അമ്മായിമാന്റെ അമ്മോശാങ്കാന്റെ സ്വഭാവത്തിന് അറ്റുണ്ടാവും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുപോകണം. എന്നിട്ട് നല്ല നിവൃത്തിൽ ആ ഭർത്താവിനോട് പെരുമാറണം. അവിടെ വിഷമങ്ങളോ ഇല്ലായ്മകളോ പറയേണ്ടവരല്ല. ഇന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നാൽ ഉടനെ ആ പെണ്ണ് പറയും, നിങ്ങളെ വാപ്പാന്റെ സ്വഭാവം ശരിയല്ല, നിങ്ങളെ ഉമ്മാന്റെ സ്വഭാവം ശരിയല്ല, നിങ്ങളെ പെങ്ങന്മാരെ സ്വഭാവം ശരിയല്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല, ഇവിടെ എന്നാലിനെ ബുദ്ധിമുട്ടാണ്. ഇയാൾ ചിന്തിക്കുന്നു, റബ്ബേ എന്റെ ഉമ്മാനെ മാറ്റിവെക്കാൻ കഴിയില്ല, എന്റെ പെങ്ങന്മാരെ മാറ്റിവെക്കാൻ കഴിയില്ല, എന്റെ ഭാര്യനെയും മാറ്റിവെക്കാൻ കഴിയില്ല, ഞാൻ എന്ത് ചെയ്യണം? അത് ടെൻഷന്റെ വഴിയാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയുടെ മനോഭാവം അല്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇങ്ങനെയല്ലേ മഹാനായ തൊല്ലത്തുന്നവര് ജോലിക്ക് പോയ സമയം സ്വന്തം മക്കളെ അതാ അറുത്തിട്ട് കൊലപ്പെടുത്തുന്നു കുട്ടികൾ തമ്മിൽ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ട ജനങ്ങളെ, എന്റെ മക്കളെ കൊന്ന് മരണപ്പെട്ട കഥ എന്റെ ഭർത്താവിനോട് ഞാനല്ലാതെ ആരും പറയാൻ പാടില്ല, എന്റെ ഭർത്താവിനെ ആരും അറിയിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം പക്വതയുള്ള പെണ്ണാണ്. അവൾ വീടിന്റെ അന്തരീക്ഷം കാക്കുന്ന പെണ്ണാണ്. പ്രകൃതിയോട് മല്ലടിച്ച് തൊഴിൽ കഴിഞ്ഞ് ചിരിച്ചു വരുന്ന ഉമ്മു തലത്തുന്നവർ ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഉമ്മു സുലൈം ഗേറ്റിലേക്ക് ചെന്ന് സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷണം കൊടുക്കുകയാണ്. അവിടുന്ന് തന്റെ അറയിലേക്ക് കൊണ്ടുപോയി ഭർത്താവിന്റെ വൈകാരിക ശമനങ്ങൾ ശ്രമിച്ചു കൊടുക്കുകയാണ്. തന്ത്രത്തോടെ ആ പെണ്ണ് പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം വായ്പ കൊടുന്നാൽ അതിന്റെ ഉടമക്കാരൻ ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂലേ? തല്ലത്തന്നവർ പറഞ്ഞു, തീർച്ചയായും കൊടുക്കണം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹു നമ്മക്കൊരു മക്കളെ വായ്പ തന്നിരുന്നു. പടച്ച റബ്ബ് ആ കുട്ടിയെ തിരിച്ചു ചോദിച്ചിരിക്കുകയാ, ആ കുട്ടിയെ തിരിച്ചു കൊടുത്തിരിക്കുകയാ. എന്നവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ പൊട്ടിക്കരയുകയാണ്. ഭാര്യയുടെ മുഖത്ത് നോക്കി ഗൗരവം പ്രകടിപ്പിക്കുകയാണ്, നീ എന്നെ വഞ്ചിച്ചവളോ, സ്വന്തം കുട്ടി മരിച്ച വിവരം പോലും പറയാതെ നീ എന്നെ പറ്റിച്ചവളോ. മഹാനായ തൊല്ലത്തെന്നവർ അക്കാലത്തെ പരമോന്നത കോടതിയായ അഷ്റഫുൽ വറാ സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ കോടതിയിലേക്ക് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഭാര്യ എന്നെ പറ്റിച്ചവളാ, എന്റെ വീട്ടിൽ നിന്ന് വഞ്ചന നടത്തിയവളാ, ഞാൻ എന്റെ മകൻ മരിച്ച വിവരം പോലും എന്റെ ഭാര്യ എന്നെ അറിയിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് ഉമ്മു സുലൈമിനെ വിളിപ്പിക്കുക. എന്താ ഉമ്മു സുലൈമെ ഇങ്ങനെ ചെയ്തത്? ഉമ്മു സുലൈം പറഞ്ഞു, നബിയെ, എന്റെ വീടിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം എന്റെ കുട്ടി മരണപ്പെട്ട കഥ പറഞ്ഞാൽ ആ ക്ഷീണിച്ച എന്റെ ഭർത്താവിന് പിന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരില്ല, പിന്നെ വൈകാരിക ആഗ്രഹങ്ങളില്ല. എന്നാലോ മരിച്ചവരാരെങ്കിലും തിരിച്ചു വരുമോ നബിയേ? അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ വയറിന്റെ വിശപ്പ് മാറ്റി, എന്റെ ഭർത്താവിന്റെ ടെൻഷൻ മാറ്റി, സന്തോഷത്തിൽ തന്ത്രത്തോടെ ഞാൻ പറഞ്ഞതാണ്,
അള്ളാന്റെ റസൂൽ അത്ഭുതത്തോടെ പറഞ്ഞു തൊല്ലത്തെ ഉമ്മു സുലൈം നല്ല ഒരു കാര്യമാണ് ചെയ്തത്. അതിനോടുള്ള സ്നേഹത്തിന്റെ സന്തോഷം കൊണ്ടാണ് നിങ്ങളുടെ ആ ബന്ധത്തിന് ഇതിനേക്കാൾ ഖൈറായ ഒരു കുട്ടിയെ അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാ ഇസ്നഹു ബിൽഹാദ തുൽഹികീനാ ഇൻദ കുല്ലി ബുകാഇ കൂനി മുസിറത്തം മിഥില ഉമ്മി സുലൈമി. അതാ ഉമ്മു സുലൈം. അപ്പൊ നമ്മളെ വീടിന്റെ അന്തരീക്ഷത്തിൽ ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് ആരും തന്നെ ടെൻഷൻ പറയാൻ. അപ്പൊ ആ വീട്ടിൽ സന്തോഷങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മളെ വീടെന്ന് പറഞ്ഞാൽ അത് ബർക്കത്തിന്റെ സന്തോഷത്തിന്റെ വീടാകണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു, പെണ്ണുങ്ങള് ഭർത്താവിന്റെ വീടിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. ആ വീടിന്റെ ശുദ്ധി നിങ്ങളുടെ കയ്യിലാണ്. ആ വീടിന്റെ അച്ചടക്കം നിങ്ങളുടെ കയ്യിലാണ്. ആ വീടിന്റെ മഹത്വം നിങ്ങളുടെ കയ്യിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ ആരെയും വീട്ടിലേക്ക് വിളിച്ച് സ്വീകരിക്കാൻ പെണ്ണിന് അധികാരമില്ല. ഇന്ന് നമ്മളെ വീടിന്റെ മഹത്വം ഒക്കെ ചോർന്നു പോയതാണ്. ഗസ്റ്റുകൾ, സന്ദർശനങ്ങൾ, ആരെയും വീട്ടിലേക്ക് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഇത് പാടില്ല. ആളുകളാകട്ടെ എങ്ങനെങ്കിലും പേടിക്കാണ്ട് ചെല്ലാനും പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിൽ തന്നെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതകും ഗൈറ ബുയൂതികും ഹത്താ തസ്തൈനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയം ആ വീട്ടിലേക്ക് എന്തെങ്കിലും നേരം പോക്ക് കൊടുക്കാതെ, നിങ്ങൾ സലാം ചൊല്ലാതെ ആ വീട്ടിലേക്ക് കടക്കണ്ട. വീടിന്റെ അകത്തളം ഒളിക്യാമറയിൽ പകർത്തുക, വീടിലേക്ക് ഒളിഞ്ഞു നോക്കുക. ഇങ്ങനൊന്നുമല്ല ഇസ്ലാം പറയാ, ഖുർആൻ പറയാ. മറ്റൊരാളെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോ ഒരു നേരം പോകും, ഒരാള് വന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമാണ് കോളിംഗ് ബെല്ലടിക്കുക. അല്ലെങ്കിൽ തൊണ്ടന, കറണ്ടില്ലെങ്കിൽ തൊണ്ടനൊക്കെ കൊരക്കണ്ടി. അസ്സലാമു അലൈക്കും. ആരും വെറുതെ അങ്ങനെ പറയാം. അസ്സലാമു അലൈക്കും ഇങ്ങനെ പറയാം. അല്ലാഹു പറയാം, ഖുർആൻ പറയുന്നു, ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ ഫഇൻ ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുദന ലക്കും വഇൻ ഖീല ലക്കും ഇർജിഊ ഫർജിഊ വഅസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം. നിങ്ങൾ ആ വീട്ടിൽ ആരെയും എത്തിച്ചില്ല, റസൂലുള്ളാഹി പറയാണ്, 3 വട്ടം നിങ്ങൾ സലാം പറയണം. ഒരു പെരയിൽ ചെന്നപ്പോ ഒരു മറുപടിയും കിട്ടുന്നില്ലെങ്കിലും അസ്സലാമു അലൈക്കും മറുപടിയില്ല. രണ്ടാമതും അസ്സലാമു അലൈക്കും മറുപടിയില്ല. മൂന്നാമതും അസ്സലാമു അലൈക്കും മറുപടിയില്ല. നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകലല്ലാതെ അങ്ങോട്ട് കേറിയിരിക്കലല്ല. ആരെയും അവിടെ കണ്ടില്ലെങ്കിൽ സമ്മതം കിട്ടാതെ നിങ്ങൾ വീട്ടിലേക്ക് കയറണ്ട. അല്ലാഹു പറയാണ്, ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഇർജിഉ, നിങ്ങളിപ്പോ പോകണം, ഞാനിപ്പോ ബാത്റൂമിലാണ്, ഞാനിപ്പോ ഇന്നോടത്താണ്, ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് വരി എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ആ വീട്ടുകാരെന്നെ മെയിൻറ്റ് ചെയ്തില്ല എന്നല്ല പറയേണ്ടത്. ആ വീട്ടുകാരെന്നെ ഇത്ര ഗൗരവം കാണിച്ചു എന്നല്ല പറയേണ്ടത്. ഇസ്ലാം പറയുന്നു, ഇർജിഉ, നിങ്ങളിപ്പം മടങ്ങണം. വഅസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധിയുള്ളത്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് പടച്ച റബ്ബിനറിയാം. തോന്നിയമായി രണ്ട് വീട്ടിൽ കയറിച്ചില്ല. ഇത് ഇസ്ലാമിലുണ്ടോ? ഇല്ല. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണ് പറയാം നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരി. എന്താ പോലെ അങ്ങനെ പറയാം? അതൊന്നുമില്ല, പറയണം, അങ്ങനെ തന്നെ പറയാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ അന്തരീക്ഷം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മീൻകൊട്ടക്കാരൻ നമ്മൾ ലോകക്കാരനാണ്. കുടിൽ വ്യവസായ കച്ചവടക്കാർ മുഴുവനും നമ്മളെ വീട്ടിന്റെ ഉമ്മരപ്പടിയിലാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഒരു പെണ്ണ് മനസ്സിലാക്കണം, ഭർത്താവ് നാട്ടിലില്ലാത്ത വീട്, ആ വീട്ടിലേക്ക് മാക്സി കച്ചവടക്കാരനെ വിളിച്ചു വരുത്തുകയാണ്. അവർ വീട്ടിലേക്ക് വാതിൽ തുറന്ന് ഉമ്മരപ്പടിയിൽ മാക്സി കച്ചവടം, അളവ് നോക്കലും പാകം നോക്കലും വലിപ്പം നോക്കലും. രണ്ടാമതായി എന്തെങ്കിലും ഫാൻസി കച്ചവടക്കാരൻ പോകട്ടെ, ഒരു മീൻകൊട്ടന്റെ വണ്ടി രാവിലെ വന്നാൽ ആ മാറിടം കാട്ടിയിട്ട് ഒട്ടും ഉളിവില്ലാതെ ചുളിവില്ലാതെ ഉളിവില്ലാതെ ഉളുപ്പില്ലാതെ അല്ലേ പെണ്ണുങ്ങൾ മീൻകൊട്ടന്റെ മുന്നിൽ. ഇങ്ങനെ ആരെയും അന്യരായി കാണാത്ത ഒരു സ്വഭാവം വന്നപ്പോ ഭർത്താവിന് ഭാര്യയെ സംശയം വന്നു. ഭർത്താവ് വീടിനെ സംശയിക്കാൻ തുടങ്ങി. മൊബൈൽ ഫോണും ഫേസ്ബുക്കും വാട്സപ്പും ഇന്ന് സജീവമായി. കണ്ട് സംസാരിക്കുന്ന ഫോണുകൾ ഇന്ന് വന്നുപോയി. ഇതൊക്കെ നമ്മളെ വീടിന് നാശമാ, ആ വീടിന്റെ സുരക്ഷതയ്ക്ക് കുറവാ. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ നോക്കൂ, നമ്മളെ കടലോരത്തൊരു കപ്പൽ വന്നാൽ ആ കപ്പൽ കോട്ടി വന്ന കപ്പിത്താന് കരയിലടുപ്പിക്കാൻ അവകാശമില്ല. അയാൾ കരയിലെ ടവറിലേക്ക് ബന്ധപ്പെട്ട് ഇത്ര സമദൂരത്തിൽ ഞങ്ങൾ കപ്പൽ നങ്കൂരമിട്ടു, ആ കരയിൽ നിന്ന് ഒരു കപ്പിത്താൻ ചെന്നിട്ടാണ് കപ്പൽ കൊണ്ടുവരേണ്ടത്. അതെന്തിനാണ്? കടലിലുള്ള ശത്രു നമ്മളെ കരയിലേക്ക് വരുന്നത്. ഇതേ പ്രകാരം എന്റെ വീട്ടിലേക്ക് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് നിയന്ത്രണമാ, സമ്മതമില്ലാതെ എന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ പാടില്ല. ഈ നിലയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയന്ത്രണങ്ങൾ ഒരിക്കലും പാലിക്കാത്ത വീടുകളായി മാറിയപ്പോ നമ്മളെ വീടുകൾ തെറ്റിദ്ധാരണയുടെ വീടുകളാണ്. നമ്മളെ വീടിന്ന് വലിയ മോശപ്പെട്ട വീടുകളാ. ആളുകൾ മുഴുവൻ കുറ്റമറ്റതായി സംസാരിക്കുന്ന വീടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പോലെ ഇതുപോലെ ഒരു അറിയിപ്പില്ലാതെ ഒരു വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഈ സൂറത്തുൽ നിസാ പറയാ, സ്വന്തം മക്കൾ വരെ പെരീക്ക് റൂമിക്കൊണ്ട് കയറണമെങ്കിൽ സമ്മതം വാങ്ങണ്ടേ 3 ഘട്ടങ്ങൾ. എങ്ങനെയെങ്കിലും ചെല്ലിയല്ല. സ്വന്തം മക്കൾക്ക് വരെ ഇസ്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയത് സന്തോഷമുള്ള ഒരു വീടുണ്ടാകണമെന്ന രീതിയിലാണ്. അല്ലാതെ കാണുന്നിടത്തൊക്കെ കയറി വരാനും എന്തും നടത്താൻ പറ്റണമെന്ന രൂപത്തിലല്ല. ഇന്ന് നമ്മൾ നോക്കി, ബാപ്പാരും മാരും തമ്മിലെ ബന്ധം, തമ്മിലുള്ള ബന്ധം എവിടെയുള്ളത്? കാണാൻ പാടില്ലാത്തത് കാണാം. വീട്ടിന്റെ ഉള്ളിൽ കിടന്നാണ് ഉമ്മയും മക്കളും കൂടി കാണാനില്ലാത്തത് കാണാൻ പാടില്ലാത്തത് കാണുക. അപ്പൊ കാണാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത് സംഭവിക്കൂലേ? അള്ളാന്റെ കലാമായ ഖുർആൻ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, സ്ത്രീകളെ നിങ്ങൾ കഴുത്തൊയിലുകളും അതുപോലെ സൂറത്തുൻ നൂറും നിങ്ങളെ ഭാര്യമാരെ പഠിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. എല്ലാത്തിനും പരിഹാരം ഈ സൂറത്തുൻ നൂറിലുണ്ടാവും. അത് ഓതി വയല് പറഞ്ഞാൽ തീരൂല. അത്ര വലിയ സംഭവമാണ്. ആരോപണങ്ങൾ പറയുന്നവർ, വീട്ടിൽ നിന്ന് തെറ്റിദ്ധാരണകൾ പരത്തുന്നവർ, ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ, സ്വതന്ത്രമായി വീട്ടിലേക്ക് കയറുന്നവർ, സ്വന്തം മക്കൾ വരെ നമ്മളെ വീട്ടിലൊരു നിയന്ത്രണമുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്, 7 വയസ്സായ മക്കൾ ബാപ്പന്റെ ഉമ്മന്റെ കൂടെ കിടന്നുറങ്ങാൻ പാടില്ല. ഖാല റസൂലുള്ളാഹി. 7 വയസ്സായ നമ്മൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂടി കിടക്കാൻ പാടില്ല.
ഇസ്ലാം കർശനമായി പറഞ്ഞു. റസൂൽ പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കി, നിങ്ങൾ എത്ര 10 വയസ്സുള്ള മോനെ പിടിച്ചുകൂട്ടി ഉമ്മ കിടക്കലില്ലേ? എന്റെ കുട്ടിയല്ലേ? അതൊക്കെ ശരിയാ. ഇസ്ലാം കുട്ടിക്ക് ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്മയും ബാപ്പയും കൂടെ കിടത്താൻ പാടില്ല. എത്ര ഗൗരവമാണ്. ഇസ്ലാം പറയുന്നു, സ്വന്തം മക്കൾ വീട്ടിലുള്ള സമയത്തും ബാപ്പയും ഉമ്മയും കിടക്കുന്ന ബെഡ്റൂമിലേക്ക് 3 പ്രാവശ്യം സമ്മതം വാങ്ങാതെ സ്വന്തം മക്കൾ പോലും കടക്കാൻ പാടില്ല. ഈ സൂറത്തുൽ നൂർ വ്യക്തമായി പറയാൻ. ഒന്നാമതായി, ബാപ്പയും ഉമ്മയും ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയാൽ വാതിലടച്ചിട്ടില്ലെങ്കിലും ബാപ്പ ഞാനാണ്ട് കടക്കട്ടെ എന്ന് ചോദിച്ചിട്ടല്ലാതെ ആ റൂമിലേക്ക് കടക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവുമാണ്. മക്കൾക്ക് ഉമ്മയും ബാപ്പയുമാണ്. ഓല വസ്ത്രധാരണ, ഓല ജീവിത രീതി ഇത് കുട്ടിക്ക് പകരാൻ പാടില്ല. ഉമ്മ കിടക്കുമ്പോ ധരിക്കുന്ന ലളിതമായ വസ്ത്രം ഉണ്ടാവും. ഇത് കുട്ടി അറിയാൻ പാടില്ല. ഒരു സ്വകാര്യതയില്ലാത്ത വീടായി നമ്മളെ വീട് മാറിയില്ലേ? ഏത് മോശപ്പെട്ട സീരിയലും മോശപ്പെട്ട സീഡിയും മോശപ്പെട്ട കാര്യവും നമ്മളെ വീട്ടിൽ ഉമ്മയും മക്കളും ഒന്നിച്ചിങ്ങനെ കാണുക. ഇസ്ലാമിന്റെ ഒരു നിയന്ത്രണത്തിന്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? രണ്ടാമതായി റസൂലുള്ള പറയുന്നു, പ്രഭാതത്തിൽ എണീക്കുന്ന സമയം രാവിലെ എണീക്കുമ്പോ ഉമ്മന്റെയും ബാപ്പന്റെയും റൂമിലേക്ക് മക്കൾ അനുമതി വാങ്ങിച്ചിട്ടല്ലാതെ അവിടുന്ന് കടക്കാൻ പാടില്ല. വാതിൽ തുറക്കപ്പെട്ടാലും മക്കള് സമ്മതല്ലാതെ കടക്കരുത്. കാരണം ഉമ്മയും ബാപ്പയും ഉറങ്ങി എണീക്കുമ്പോ അവരുടെ എന്തെങ്കിലും ഔറത്തുകളോ വസ്ത്രധാരണയിലോ മാറ്റമുണ്ടാകും. ഇത് കുട്ടി അറിയാൻ പാടില്ല. എന്നിട്ടാണ് 10 വയസ്സുള്ള മോനെ ഒപ്പം കെടുത്തിയിട്ട് ഒന്നിച്ച് കടന്ന് ജീവിക്കുന്ന ഉമ്മയുപ്പയും മനസ്സിലാക്കണം, ആ വീട്ടിലെങ്ങനെ നല്ല അന്തരീക്ഷമുണ്ടോ? പോരാ. മൂന്നാമതായി, ഉച്ചസമയത്ത് വിശ്രമം. ഉച്ചസമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഉമ്മാന്റെയും ബാപ്പാന്റെയും റൂമിലേക്ക് കടക്കാൻ മക്കള് സമ്മതം വാങ്ങിക്കണമെന്നോ. സ്വന്തം വീട് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഗസാലി ഇമാം പറഞ്ഞതുപോലെ ഞമ്മക്കൊരു വീട് നല്ല വീടാണ്. റസൂലുള്ള പറയുന്നു, വമിൻ സഅദത്തി ദുനിയാ സലാസ, 3 കാര്യം ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ലക്ഷണമാണ്. വമിൻ സഖാവത്തി ദുനിയാ സലാസ, 3 കാര്യം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഏതാണ് ആ 3 കാര്യം? ഒന്നൽ മർഅത്തു സാലിഹാ, നല്ല സാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടിയാൽ അത് നിങ്ങളുടെ വിജയത്തിന്റെ ലക്ഷണമാണ്. ഖാല റസൂലുള്ളാഹി. ഇതോ പ്രവാസിന്റെ കൊല പറഞ്ഞതുപോലെ മക്കളും കൂടി ഭർത്താവിനെ കൊന്നൊരാഴ്ച. മക്കളും കൂടി കൂടിയിട്ടാ ഒരു ഭർത്താവിനെ കൊല്ലുന്നത്. സാലിഹത്തായ ഒരു ഭാര്യ അത് എല്ലായിടത്തും ഭർത്താവിന് പ്രകടമാണ്. അതാ റസൂലുള്ള പറഞ്ഞത്, നല്ലൊരു ഭാര്യയെ കിട്ടിയാൽ അത് ഏറ്റവും വലിയ വിജയത്തിന്റെ ലക്ഷണമാണ്. ആ നല്ല ഭാര്യയാണ് ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിലേക്ക് ഒരാളെയും കടത്തൂല. ഭർത്താവിനെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരാളും തന്റെ ഫോൺ നമ്പർ കൊടുക്കൂല. ഭർത്താവിനെ വഞ്ചിച്ച് ഒരാളോടും സംസാരിക്കൂല. ഇസ്ലാമിന്റെ നിയമം കേൾക്കണം. ഒരു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയം ഒരാൾ വന്നിട്ട് ചോദിച്ചു, ആ മെഹമ്മദാക്ക വീട്ടിലുണ്ടോ? സമ്മതം വാങ്ങി. ഈ പെണ്ണ് വാതിൽ തുറന്ന് നേരെ മുന്നിൽ ചെന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് പറയേണ്ടവളല്ല. ഇസ്ലാം പറയുന്നു, ആ പെണ്ണ് തന്റെ വായ പൊട്ടണം. വായ പൊട്ടിയിട്ട് പറയണം, ആടിപ്പോ വിടല്ല, അല്ലെങ്കിൽ ഇന്നോർത്ത് പോയതാണ്. എന്താ ഇസ്ലാം പറയുന്നു? ഗൗരവത്തിലും പറയണ്ട, മയത്തിലും പറയണ്ട. നബിയുനാ റസൂലുള്ളാഹി യാ റബ്ബി സ്വല്ലി അലാ മൻ അല്ലാ ബിൽ ഹറമി
طار رسول الذي قد خصى بالكرم مولاي صل وسلم. ഇസ്ലാമിന്റെ ഒരു പക്വതയുള്ള തീരുമാനമില്ലേ അത്? നമ്മള് വീട്ടിൽ പെണ്ണ് മാത്രമാണ്. ആള് വന്നിട്ട് ചോദിക്കണം ഇന്നാള് വീട്ടിലുണ്ടോ? ഓള് ആ പഴയകാലത്തെ പെണ്ണുങ്ങൾ തട്ടങ്ങനെ പൊത്തിയിട്ടാ സംസാരിക്കുക. ആ മക്കനെ തട്ടങ്ങനെ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇസ്ലാം പറയാ ഗൗരവട്ടോ അതും പറയണ്ട, ഇവിടെ ഇല്ലട്ടോ, അങ്ങനെ പോയതാ ഇങ്ങനെ പോയതാ അങ്ങനെയും പറയണ്ട. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇസ്ലാം പറയുന്നു ആ പെണ്ണങ്ങാനും ഗൗരവത്തിലാണ് മറുപടിയെങ്കിൽ ചോദിച്ച ആൾക്ക് തോന്നുന്നു ഓക്കെന്താ ഇത്ര ഒരു ഗൗരവം, ഒന്ന് പഠിപ്പിക്കണം, വാശി വെക്കണം. ആ ഭർത്താവില്ലാത്ത സമയം ആ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ആ മനുഷ്യനോ അവരുടെ ഗൗരവം പ്രകടിപ്പിച്ച് നിങ്ങളെ കുതിര കയറാൻ, നിങ്ങളെ മാനം കൊടുത്താൽ, നിങ്ങൾ വീട്ടിലേക്ക് തള്ളിക്കയറാൻ, നിങ്ങൾക്ക് വിട്ടുതരം ചെയ്യാൻ ഒരു പക ആ മനുഷ്യന്റെ കൽബിലുണ്ടാവും. എന്താ പൂർത്തി ഗൗരവം ഓളെ ശരിയാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ അത് വേണ്ട. അതല്ല, നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞി വാത്സല്യത്തോടെ അയാളില്ലെന്ന മറുപടി കൊടുത്താൽ ആ മനുഷ്യന് തോന്നും ഈ പെണ്ണ് നല്ല സ്വഭാവമുള്ളോളാണ്, ഇവൻ നമ്മളെ വലയിലേക്ക് വരാൻ സാധ്യതയുള്ളോളാണ് എന്ന് കരുതിയിട്ട് അവന്റെ ഒരു ടവർ തുറക്കാൻ അവിടെ സാധിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യവും വരാതെ ഗൗരവം വേണ്ട, ഭയവും വേണ്ട. അവൾ വാഴത്ത് മുഖത്ത് കൈവച്ചിട്ടോ മുണ്ടുവച്ചിട്ടോ പറയുമ്പോ അവരുടെ സ്വഭാവത്തിന്റെ സംസാരത്തിന്റെ മാധുര്യം പ്രകടമാകൂല. അങ്ങനെ നിങ്ങൾ സംസാരിക്കണമെന്ന് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഈ വാട്സപ്പും അതുപോലെ തന്നെ മറ്റുള്ള ഈ സംവിധാനമൊക്കെ വന്നപ്പോഴോ കണ്ട് സംസാരിക്കണ ഫോണാണ് ഇപ്പൊ ലോകത്തെയും വരും. ഒരു പെണ്ണിനെ നേരെ കാണുന്നേക്കാൾ കുറ്റാണ് ഇപ്പോ കണ്ട് സംസാരിക്കണ ഫോൺ. അതെന്താ കാരണം? നമ്മൾ ഈ നെറ്റ് കമ്പനിയുമായി നമ്മൾ ചില കരാറുകൾ ചെയ്തിട്ടുണ്ട്. എന്താ കരാറ്? ഒരു 15 ഉറുപ്പിയുടെ കൂപ്പൺ കയറ്റുമ്പോഴേക്കും ഇങ്ങനെ കാണാനുള്ള സൗകര്യം വെറുതെ കിട്ടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നെറ്റ് വല്ല ചാർജ് കുറവാണ്. 15 ഉറുപ്പിയുടെ കൂപ്പൺ, 10 ഉറുപ്പിയുടെ കൂപ്പൺ, ഏത് കൂപ്പൺ കയറ്റിയാലും ഗൾഫിലുള്ള പുതിയാപ്പുറക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ കമ്പനിയുടെ ലാഭത്തിന്റെ വലുപ്പം കൊണ്ടാണ് ആ പണി നടത്തുന്നത്. എന്താ വലുപ്പം? നിങ്ങൾ നെറ്റ് കമ്പനിയുടെ നെറ്റ് കണക്ഷൻ ആക്റ്റീവ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒന്ന്, ഇതിലൂടെ വരുന്ന ഏത് കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഓക്കെ. ആക്റ്റീവ്സ് ഒരു 3-4 ഓക്കെ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആക്റ്റീവ് എന്താണ് ചോദിച്ചെന്നാരും അന്വേഷിച്ചു. അതിന്റെ ഒരു കരാറ് പത്രമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലേക്കും മറ്റും ആളുകളെ വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന ഭാര്യയുടെ ഭർത്താവിനോടുള്ള സംസാരം അത് റെക്കോർഡാക്കി പുറത്തേക്ക് വിട്ടുകൊടുക്കാനുള്ള സമ്മതം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫോണിലൂടെ സംസാരിക്കുന്ന പെണ്ണുങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞി പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും ശൈലി ഉപയോഗിച്ചാൽ അത് ആവശ്യമുള്ളവർക്ക് റെക്കോർഡ് ചെയ്യാനും ഈ നെറ്റ് കമ്പനിക്ക് അത് പരസ്യപ്പെടുത്താനും അതിന്റെ രസമുള്ള ഭാഗം പിടിച്ചു വെക്കാനും അത് പരസ്യപ്പെടുത്താനും അധികാരമുള്ളവരാ. അത് ഈ നരമ്പ് രോഗിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്താൽ നെറ്റ് കമ്പനിക്ക് പൈസ നല്ലോണം. അപ്പൊ നിങ്ങൾ ചെലവാക്കിയ 5 ഉറുപ്പിയുടെ കൂപ്പനല്ല, വരുമാനപ്പുറത്ത് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ, നിങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഏതെല്ലാം ഫോട്ടോകൾ അത് പകർത്താനും റെക്കോർഡ് ചെയ്യാനും അത് സൂക്ഷിക്കാനുമുള്ള അധികാരം ഈ നെറ്റ് കമ്പനിക്ക് നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ദുബായിലുള്ള ഭർത്താവ് ഈ പള്ളിക്കൽ ബസാറിലെ ഒരു പെണ്ണുമായി സംസാരിച്ചപ്പോ ഭർത്താവ് റൂമിൽ കിടന്നിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലും കിടന്ന് സംസാരിക്കുന്നു. ഈ 2 സംസാരങ്ങൾ ഇങ്ങനെ മുറുകയാണ്. ഭർത്താവ് പറയാണ്, ആ ഫോണിന്റെ മോറിന് നേരെ പിടിച്ചോ,
എന്റെ ചുണ്ടിന് നേരെ പിടിച്ചോ, ഞാൻ എന്റെ മാറിന് നേരെ പിടിച്ചോ, ഞാൻ അതിന്റെ താഴത്തേക്ക് പിടിച്ചോ. ഇത് മുഴുവനും ദൂരെയുള്ള ഭർത്താവ് കണ്ട് ആസ്വദിക്കുമ്പോ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, ഭാര്യക്കും സന്തോഷമാണ്. ഇവര് മനസ്സിലാക്കുന്നു ഞങ്ങൾ രണ്ടാളുമല്ലാതെ ഇത് വേറെ ആരും അറിയുന്നില്ലെന്നോ. എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നിന്റെ വീടിന്റെ അകത്തളം ചോരുകയാണ്. കോടാനുകൂടി നെറ്റ് കമ്പനിക്കാർ ഇത് റെക്കോർഡ് ചെയ്യാനും ഈ ഫോട്ടോ കണ്ട് രസിക്കാനും അത് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും പാസ് ചെയ്യാനും അവർക്ക് അധികാരമുള്ളവരാ, സമ്മതമുള്ളവരാ. അധികാരം ഒതുക്കി കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഫോട്ടോ ഭർത്താവ് മാത്രമല്ല, ലോകത്തുള്ള കോടാനുകൂടി ആളുകൾക്ക് ഇത് ആസ്വദിക്കാനും കാണാനും കഴിയും. വേണമെങ്കിൽ നെറ്റ് കമ്പനി ഇത്തരം രസകരമായ പഞ്ചാര വാക്കുകളും ശൈലികളും റെക്കോർഡ് ചെയ്യും. അതാണ് യൂട്യൂബുക്കും അതുപോലെ മറ്റുമൊക്കെ പാസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളെ ഭാര്യയെ നമ്മളല്ലാത്ത എത്ര ആളുകളാ കണ്ട ആസ്വദിച്ചത്, നമ്മളെ സംസാരം മറ്റേതാളുകൾ കണ്ടാ സംസാരിച്ചത്. ലോകത്ത് ടെക്നോളജിയല്ലേ, ഇനി വീടിനെന്ത് പവിത്രതയാണുള്ളത്? വീട് തകരാൻ പോവല്ലേ? ഈ ടെക്നോളജികളൊക്കെ വീട് തകർത്തു. ഇപ്പൊ നിങ്ങൾ നോക്ക്, കണ്ട് സംസാരിക്കണ ഫോണാ വന്നിട്ടേ ഉള്ളൂ. അതന്നെ വലിയ വിപ്ലവം. ഇനി ശാസ്ത്രത്തിന്റെ അടുത്ത കുരിശിയാട്ട് എങ്ങോട്ടാണെന്നറിയുന്നത്? പാസിംഗ്, നെറ്റ്വർക്കിലുള്ള ബന്ധങ്ങളാണ്. ഒരു കാലത്ത് ഗൾഫിലുള്ള ഭർത്താവുമായി സംസാരിച്ചു എന്ന് കേട്ടാൽ നമ്മളെ പേരന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതൊരു അത്ഭുതമായി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴോ ആളെ കണ്ടു സംസാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എത്താപ്പ കേൾക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒന്ന്, ദുബായിലുള്ള ഭർത്താവ് നെറ്റ് വഴി ഭാര്യയെ ബന്ധപ്പെട്ട് രാത്രി തിരിച്ചു പോകുന്ന സിസ്റ്റത്തിലേക്ക് സ്പർശനം എന്ന് പറയുന്നൊരു ടെക്നോളജിയാണ് ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത്. സംസാരം കിട്ടി, ദർശനം കിട്ടി. ഇനി ശാസ്ത്രത്തിന്റെ മൂന്നാമത് സ്പർശനം എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന് ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരണ്ട, നെറ്റ് വഴി ഇങ്ങോട്ട് വരാം, നെറ്റ് വഴി അങ്ങോട്ട് പോകാം. ഇതിപ്പോ അതൊക്കെ നടക്കാൻ പോവാ. ഫാക്സൊക്കെ നടക്കില്ല. ഇപ്പൊ ഇവിടെ കടലാസാണ് എത്തിക്കണില്ല. നിങ്ങൾ ആലോചിച്ചു. അപ്പോഴൊക്കെ നമ്മളെ വീടിന്റെ ഭദ്രത തകരാൻ പാടില്ല, നമ്മളെ വീടിന്റെ പവിത്രത തകരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, നമ്മളെ വീടിനൊരു നിയന്ത്രണമുണ്ട്. ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് കടത്താനോ ഭർത്താവിന്റെ വീട്ടുമായി ബന്ധപ്പെടാനോ പാടില്ല. അതിന്റെ അർത്ഥം കാണുന്ന സംശയങ്ങളെല്ലാം വെച്ച് പുലമ്പണമെന്നല്ല. ഇന്ന് നമ്മളെ വീട് തകരാൻ ഗൾഫിലുള്ള ഭർത്താവിന് ഭാര്യയെ സംശയിക്കുന്ന സ്വഭാവം അത് ശരിയല്ല. വ്യഭിചാരോപണം, വീടുകൾ തകരാൻ വേണ്ടി തോന്നിവാസങ്ങൾ നടത്തുന്ന സ്വഭാവം. ഈ സൂറത്തുൻ നൂർ പറയുന്നത് മുഴുവനും അതാണ്. ആയിഷ ഉമ്മാനെ കുറിച്ച് നടത്തിയ അപരാധത്തിന്റെ കഥകളാണ്. അക്കാലത്ത് ആളുകൾ നടത്തുന്ന വ്യഭിചാര ആരോപണങ്ങളാണ്. നമ്മളെ നാട്ടിൽ ചില രോഗികളുണ്ട്, ചില ആളുകളുണ്ട്, ഏത് വീടിനെയും കടന്നാക്രമിക്കുന്ന ആളുകൾ. ആ വീട്ടിലെ പെണ്ണ് ശരിയല്ല, അവന്റെ മോള് ശരിയല്ല, അവരെ വീട് ശരിയല്ല. എന്നിട്ട് പറയാം ഓൾ അങ്ങനെ നടക്കലാണ്, ഓൾ ഇങ്ങനെ വരലാണ്, അവിടെ അങ്ങനെ നടക്കലാണ്. തോന്നിവാസം പറയേണ്ടവരല്ല. നമ്മളെ നാവ് കൊണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഭാവി തകർത്ത് കളഞ്ഞാൽ അല്ലാഹ് നമ്മളെ വെറുതെ വിടൂല മക്കളെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയണ. തോന്നിവാസങ്ങൾ ഇങ്ങനെ പറയാം. സൂറത്തുൻ നൂർ മുഴുവനും പറഞ്ഞത് അതാണ്. ആയിഷ ഉമ്മാനെ നടത്തിയ ഒരു ആരോപണത്തിന്റെ കഥ ഒരുപാട് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ? ഈ പള്ളിക്കൽ ബസാർ പരിശോധിക്കും നിങ്ങൾ. എന്താ ആ പെരന്റെ കഥ? ഓളങ്ങനെ പോണാണ്, ഓളങ്ങനെ വരുന്നതാണ്, ആ വീട്ടിലേക്ക് പലരും വരുന്നതാണ്, പോണാണ്. ഇങ്ങനെ പറയുമ്പോ ആ വീടിന്റെ അന്തരീക്ഷം തകരാനൊരു കാരണമാണ്. അത്തരം ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാനും പാടില്ല. എന്നാലോ പറയാൻ പാടുണ്ടോ? ഇന്ന് ഒരാൾ കള്ളുകുടിയനാണെന്ന് പറയാൻ മടിയില്ല, ഒരാൾ വ്യഭിചാരിയാണെന്ന് പറയാൻ മടിയില്ല. ഇസ്ലാം പറയുന്നു 4 സാക്ഷികൾ, 5 സാക്ഷികൾ. ഇവരൊക്കെ സാക്ഷി പറയണം ഒരു വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ. അല്ലാതെ തോന്നിവാസം പറയണവരല്ല. ഇസ്ലാമിന്റെ കർക്കശമായ നിയന്ത്രണമാണത്. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ എന്തും പറയാൻ,
തോന്നിയതുപോലെ എന്തും ചെയ്യാൻ, തോന്നിയതുപോലെ എന്തും പറയാൻ പറ്റുന്ന മേഖലയല്ല. സൂറത്തുൻ നൂർ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടമായി പറയാം. ഒരു വ്യഭിചാരോപണം നടത്തണമെങ്കിൽ കണ്ട സാക്ഷി വേണം, സത്യം ചെയ്യണം. അല്ലാതെ ഒരു പെണ്ണ് വ്യഭിചാരിയാന്ന് പറഞ്ഞാൽ നമ്മളെ തല്ലണം. 80 അടി. ഏതെങ്കിലും വീടിനെ കടന്നാക്രമിക്കുകയാണോ നമ്മൾ വലിയ ഗൗരവത്തിലെടുക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വിജയത്തിന്റെ ലക്ഷണം നല്ല ഒരു പെണ്ണിനെ കിട്ടുക എന്നതാണ്. ഈ നല്ല പെണ്ണ് കിട്ടാനാണ് പ്രണയ കല്യാണത്തിൽ നല്ല പെണ്ണ് കിട്ടൂല, പ്രേമത്തിലൂടെ നല്ലത് കിട്ടൂല, തോന്നിവാസത്തിലൂടെ നല്ലത് കിട്ടൂല. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ പെൺകുട്ടികൾ, ആൺമക്കൾക്ക് ഒരു പെണ്ണ് കെട്ടാൻ ഒരാളെ സഹായവും വേണ്ട. ഒരു പെണ്ണിന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ ഇസ്ലാം സ്വന്തമായി അധികാരം കൊടുത്തിട്ടില്ല. അതെന്തേ കൊടുക്കാഞ്ഞത്? വീട് നന്നാകാനാ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവിവേകത്തിന് അടിമപ്പെട്ട് പലതും ചെയ്യും. പിന്നെങ്ങനെ ആലോചിച്ചു, പിന്നെങ്ങനെ കുറെ അതുകൊണ്ട് കാര്യമില്ല. അത് സ്നേഹം കൂടുതലാണ്. പെണ്ണുങ്ങൾക്കാണ് സ്നേഹം കൂടുതൽ. സ്നേഹം കൂടുന്ന ആളുകൾ അക്രമങ്ങൾ നടത്തും. സ്നേഹം കൂടിക്കഴിഞ്ഞാലോ എന്തും കാട്ടും. നല്ലോ മക്കളെ തല്ലണം. അമ്മാക്ക് മക്കളോട് നല്ല സ്നേഹമാണ്. അതിന്റെ അർത്ഥം സ്നേഹമില്ലാത്തതല്ല. പക്ഷെ സ്നേഹം ഓവറാകാൻ പാടില്ല. പൂച്ച പെറ്റാല് ഉടനെ ഒരു കുട്ടിയെ തിന്നു. പൂച്ച പെറ്റ് കഴിഞ്ഞാൽ കുറെ മക്കളുണ്ടാവും. ഒരു കുട്ടിയെ പെറ്റ ഉടനെ തന്നെ പൂച്ച വളർത്താവും. കിതാബിൽ കാണാം എന്തിന്റെ പേരിലാണ്? ലിഫുർത്തി മഹബത്തിഹി. പൂച്ചക്ക് ആ കുട്ടിയുള്ള സ്നേഹം കൂടിയപ്പോ കടിച്ചടുത്ത് നിന്നുപോയി. അപ്പൊ സ്നേഹം കൂടുമ്പോഴോ കടിക്കും, മുറിച്ചും എല്ലാം ചെയ്യും. സ്നേഹം അങ്ങനെയാണ്. അങ്ങനത്തെ സ്നേഹം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടിക്ക് വളഞ്ഞ ബുദ്ധിയുണ്ടോ എന്ന് ഉമ്മക്കറിയാം. പെൺകുട്ടികളെ ചലനങ്ങൾ ഉമ്മക്കറിയാം. പെൺകുട്ടികൾ അവിഹിത ബന്ധങ്ങൾ ഉമ്മക്കറിയാം. ഉമ്മമാർ സപ്പോർട്ടോടുകൂടെയാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നു, ആണ് പെണ്ണ് കിട്ടും പോലെയല്ല, പെണ്ണിന് ഭർത്താവിനെ സ്വീകരിക്കാൻ ഒരാണിന്റെ സഹായമില്ലാതെ സാധ്യമല്ല. ബാപ്പ, ആങ്ങള, എളാപ്പ, മുത്താപ്പ, വല്ലിപ്പ, ഞാനില്ലാത്ത ഒരു ചാരസന്തതിയാണ്, തന്തല്ലാത്ത കുട്ടിയാണ്. ഇസ്ലാം പറയുന്നു, ആ നാട്ടിലെ ഖാദിയാർക്കല്ലാതെ ആ പെണ്ണിന് ഞാൻ എന്നെ പുതിയ അപ്പളയാക്കി എന്ന് പറയാൻ ഇസ്ലാം അവകാശം കൊടുത്തിട്ടില്ല. അതിന്റെ കൊടുക്കാഞ്ഞത്. അങ്ങനെ കൊടുത്താൽ ഒരറ്റം അവരുണ്ടാവും. ഇസ്ലാം പറയാ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ മഹത്വോ പവിത്രയോ അല്ല, ഒരു താൽക്കാലിക ഒരു പ്രതിഭാസം. ഒരാള് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് ശീലായാൽ എന്റെ പുതിയാപ്പളന്റെ കഥ എന്താണ്, അയാൾ നയിച്ചിട്ടല്ലേ, എന്റെ മക്കളെ കഥ എന്താണ് എന്ന ചിന്ത ആ പെണ്ണിന്റെ കൽബിലുണ്ടാവൂല. അവൻ അപ്പ കാണുന്ന ആ പുതിയാപ്പളന്റെ കൂടെ നിൽക്കുന്നു. ഭാവി ചിന്തിക്കാനുള്ള കഴിവ് പെണ്ണുങ്ങൾക്ക് കുറവാണ്. പിന്നെ ആലോചിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു പെണ്ണ് ഒരു നല്ല ബൈക്ക് മോട്ടിപ്പോണ ഒരാളെ കാണാൻ, അല്ലെങ്കിൽ നല്ലൊരു കമന്റ് അടിക്കുന്ന ഒരാളെ കാണാൻ, ഒരു പാട്ടുകാരനെ കണ്ടാൽ, ഒരു ശൈലിയുള്ള ആളെ കണ്ടാൽ, ഒരു സ്പോർട്സിനാണ് കണ്ടാൽ, അതൊന്ന് പുതിയാപ്പളയായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ ലോകകപ്പ് ചെറുപ്പക്കാർക്കൊക്കെ അറിയാലോ, ഒരു കളിക്കാരൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അയാളെ മണിക്കൂറിൽ സ്നേഹിക്കാൻ പെണ്ണുങ്ങൾ ക്യൂ ആണ്. അയാൾ മണിക്കൂറാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദിവസമാണ് കൊടുക്കുന്നത്, മാസമാണ് കൊടുക്കുന്നത്. കവിതകൾ അങ്ങനെയല്ലേ. അപ്പൊ ഈ വൈഭവമല്ലാതെ അപ്പുറത്തൊരു കാഴ്ചപ്പാട് ഒരു പെണ്ണ കൽപ്പിലുണ്ടാവൂല. അതുകൊണ്ട് പരിചയസമ്പന്നനായ വാപ്പ ഈ പെണ്ണിന്റെ ഭാവി ജീവിതത്തിൽ നല്ല ആളാരാണ്, ദീനുള്ള ആളാരാണ്, ഇത് മനസ്സിലാക്കി കണ്ടെത്താനാണ് നീ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വാപ്പന്റെ സഹായമില്ലാതെ ഒരു പെണ്ണും കല്യാണം നടത്തണ്ട. ബാപ്പാണ് ധിക്കരിച്ചിറങ്ങി പോകാൻ,
ഉമ്മാനിറങ്ങിപ്പോകാൻ ആണും പെണ്ണും തയ്യാറാകണം. അത് നല്ല കുടുംബമായി മാറി. എന്റെ വാപ്പ വീർത്താൽ ശരി ഉമ്മയും ബാപ്പില്ലാതെ കാണുന്ന ചെക്കന്മാരെ കൂടെ ഇറങ്ങിപ്പോണ പെണ്ണുങ്ങൾ, അത് മോശപ്പെട്ട സ്വഭാവമല്ലേ? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല എല്ലാ ഭാഷയും പഠിപ്പിച്ച നേതാവാണ്. ഏത് ജന്തുക്കളെ ഭാഷയും ദാവൂദ് നബിക്കറിയാം, സുലൈമാൻ നബിക്കറിയാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തലയ്ക്ക് മീതെ ഒരാൺതത്തെയും ഒരു പെൺതത്തെയുമുണ്ട്. ഈ സംസാരത്തിന്റെ ഇടയിൽ സുലൈമാൻ നബി അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, പ്രവാചകരെ, ഈ സംസാരത്തിന്റെ ഇടയിൽ നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിക്കാനുള്ള കാരണം? സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാണ്, നിന്റെ തലയ്ക്ക് മീതെ ഒരാണ്ടത്തെയും ബന്ധത്തെയുമുണ്ട്. അവരെ സംസാരം കേട്ടപ്പോ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. എന്താണ് ആണ്ടത്തെയും ബന്ധത്തെയും പറയുന്നത്? ആന്തത്തെ പറയാണ്, ബന്ധത്തെ ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു, നീ എന്റേതാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, നീ എന്റെ കൂടെ നിൽക്കണം. നിനക്ക് വേണമെങ്കിൽ സുലൈമാന്റെ കൊട്ടാരം എന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയിട്ട് എന്റെ മുന്നിലേക്ക് ഇട്ടുതരാ, നീ എന്റെ കൂടെ വരണമെന്നോ. സുലൈമാൻ നബി ചിന്തിച്ചു, റബ്ബേ, ഈ ചെറിയ ഒരു തത്ത എന്റെ കൊട്ടാരം ചുണ്ടുകൊണ്ട് കൊത്തിയിട്ട് എങ്ങനെ കൊടുക്കും? ഇതാലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. മുകളിൽ ആ തത്ത നേരെ പീഠത്തിലേക്ക് വന്നിട്ട്, സുലൈമാൻ നബി, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു. അല്ല മക്കളെ, നിങ്ങളെ ഈ കമന്റ് കേട്ട് ഞാൻ ചിരിച്ചതാണ്. നീ പറഞ്ഞല്ലോ പെൺതത്തയോട് എന്ത് വേണമെങ്കിലും തരാം, സുലൈമാന്റെ കൊട്ടാരം എന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയിട്ട് നിനക്ക് ഇട്ടുതരാന്ന് പറഞ്ഞല്ലോ. നിന്റെ ഈ ചെറിയ ചുണ്ടുകൊണ്ട് എന്റെ കൊട്ടാരത്തെ എങ്ങനെ കൊത്തിക്കൊടുക്കുമെന്ന് ആലോചിച്ച് ചിരിച്ചതാ. എന്റെ പ്രസംഗം കേൾക്കുന്ന പെൺകുട്ടികൾ അറിയണം, ഈ സുലൈമാൻ നബിയോട് തത്ത പറയാണ്, ഓ പ്രിയപ്പെട്ട സുലൈമാൻ നബിയെ, രണ്ടു സമയത്തുള്ള സംസാരം അതൊരിക്കലും നടപ്പിൽ വരുത്താനുള്ളതല്ല, അത് നടപ്പാക്കാനുള്ളതല്ല, അത് ആലങ്കാരിക പ്രയോഗമാണ്, അത് കമേന്റ് പ്രയോഗമാണ്, അല്ലാതെ നടപ്പിലാക്കാനുള്ളതല്ല. ഈ തത്തയുടെ ബുദ്ധിയെങ്കിലും പെൺകുട്ടികളെ നമുക്ക് വേണം. ഈ തത്തയുടെ ബുദ്ധിയെങ്കിലും കുട്ടികളെ നമ്മുടെ ഖൽബിൽ വേണം. സുലൈമാൻ നബിയോട് ആ തത്ത പറയാൻ, ഏതാണ് ഒന്ന് കാമുകൻ കാമുകിയോട് പറയുന്നത്, അത് നടപ്പിലാക്കാനല്ല, അത് വെറും ആലങ്കാരിക പ്രയോഗമാണ്. ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്ന, മോളെ, ഞാൻ ബൈക്കറ്റ് നിന്റെ റോട്ടിലേക്ക് വരാം, നീ ബാഗ് എടുത്തിറങ്ങിക്കോ, സ്കൂളിന്റെ മറവിൽ ഇറങ്ങിക്കോ, ഉമ്മ അറിയാതെ പാപ്പയറിയാതെ നമുക്ക് ചാടിപ്പോകാം, നമുക്ക് മുങ്ങിക്കളയാം എന്ന് പറഞ്ഞിട്ട് നീ മുങ്ങണ്ട മോളെ. നീ അങ്ങനെ ഇറങ്ങിയാൽ നിന്റെ കാമുകന്റെ ആലങ്കാരിക പ്രയോഗമാണ്, അതൊരിക്കലും നടത്താനുള്ളതല്ല. ഈ തത്തയുടെ ബുദ്ധിയെങ്കിലും ഈ പെൺകുട്ടികൾക്കുണ്ടാകാമെന്ന. എല്ലാ പെണ്ണുങ്ങൾക്കും, ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ, കുട്ടികളുടെ അമ്മമാരും ഇറങ്ങാൻ തയ്യാറാകണം. ഒരാള് പറയുമ്പോഴേക്ക് ഇറങ്ങാൻ തയ്യാറാകണം. ഓൻ ബൈക്കറ്റ് വരുമ്പോഴേക്ക്, ഓന്റെ കമന്റ് കേൾക്കുമ്പോ ഇറങ്ങിക്കോ, രാത്രി ഇറങ്ങിക്കോ, സ്കൂളിന്റെ മകളിൽ ഇറങ്ങിക്കോ. പാവപ്പെട്ട പെൺകുട്ടി എന്റെ ജീവിതം മുഴുവനും ഇയാൾ സംരക്ഷിക്കുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ചാടിപ്പോവുക. അവിടെ വീട് തകരൂല. പിന്നെ ഏത് വീട്ടിക്കാ കയറിച്ചല്ല, ആരാ ഉൾക്കൊള്ളാൻ? അതുകൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ കമന്റ് കേട്ട് വീകേണ്ടവരല്ല പെൺകുട്ടികൾ. അവർക്ക് സ്വയം ഒരു കാഴ്ചപ്പാട് ഇസ്ലാം പറഞ്ഞൊരു നിയമമാണ്, അല്ലാതെ തോന്നിന്റെ പിന്നിൽ ഫാമിലി സിസ്റ്റത്തോടെ ജീവിക്കണം. എന്താണ് ഈ ഫാമിലി? ഫാദർ മദർ ഐ ലവ് യു എന്ന ബാപ്പി ഉമ്മയെ സ്നേഹിച്ചൊരു ബന്ധം, അതാണ്. അതുകൊണ്ടാ റസൂലുള്ള പറയുന്നു, അത്തരക്കാരായ പെൺകുട്ടികൾ അവരാണ് നല്ല സാലിഹായ പെൺകുട്ടികൾ. അത് ഒരു മനുഷ്യന് കിട്ടിയാൽ അത് ഏറ്റവും നല്ല വിജയത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമതായി റസൂലുള്ള പറയാണ്, നല്ല ഒരു വീട്, അത് നിങ്ങളുടെ വിജയത്തിന്റെ ലക്ഷണമാണ്. ആ വീട്ടിലെന്നും സിനിമ, ആ വീട്ടിലെന്നും കലാപം, ആ വീട്ടിലെന്നും വേണ്ടാത്തരം
അവിടെ ബർക്കത്ത് കിട്ടൂല, സന്തോഷം ലഭിക്കൂല. അങ്ങനത്തെ വീടല്ലേ നല്ല ഒരു വീട്. ഓ, എന്താണ് ആ നല്ല വീട്? ആ വീട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഖുർആനോത്ത് ഇങ്ങനെ കേൾക്കണ വീട്, മാല കേൾക്കണ വീട്, മൗലൂദ് കേൾക്കണ വീട്, നിസ്കാരം നടക്കണ വീട്, മക്കളൊക്കെ നല്ല ചിട്ടുള്ള വീട്. എല്ലാ പേക്കൂത്തുകൾക്കും വീട് ഉപയോഗിക്കുന്ന ഒരു നാട്. എല്ലാ കുത്തക്കളും പേരന്റെ ഉള്ളിലാണ്. ഇതെങ്ങനെ അന്തരീക്ഷം നന്നാവോ? വലിയ വലിയ മക്കള് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എവിടെ പോണെന്ന് ചോദിക്കാനാളില്ല. എപ്പോഴും കളിക്കളങ്ങളായി മാറുന്ന വീട്. രാത്രി ചങ്ങാതിമാരൊക്കെ കളി കാണാൻ നമ്മളെ പെരീക്കാവരില്. ഓൽക്ക് ചായയും വെള്ളം ഉണ്ടാക്കലാണ് ഇമ്മാന്റെ പണി. ഓല സ്വീകരിക്കല അവിടുത്തെ പെൺകുട്ടികളെ പണി. അല്ലാഹ് പൊരുത്തപ്പെടോ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആട്ടിപ്പുറത്താക്കിക്കോ. പട്ടികളെ വീടായി, നായകളെ വീടായി, പട്ടികൾക്ക് തുല്യരായി, നായകൾക്ക് തുല്യരായി നമ്മളെ നാട് മാറുകയാ. അർദ്ധരാത്രി വരെ മക്കൾ കളി കണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി വരെ മൂട് വീക്കിലുമായി ചിരിക്കുകയാണ്. രാത്രി വളരെ വൈകിട്ട് അത്തായം വെച്ച് ഒരു കടത്തമാണ്. സുബഹിക്കാരല്ല, പട്ടികളെ പോലെ, നായകളെ പോലെയാ. അങ്ങനല്ലേ എല്ലാ ജീവിയും രാത്രി ഉറങ്ങും, രാവിലെ എണീക്കും. സുബഹിക്ക് ഈ പള്ളിക്കൽ ബസാറിലെ പശുക്കൾ സുബഹിക്ക് എണീക്കാറുണ്ട്, പൂച്ച സുബഹിക്ക് എണീക്കാറുണ്ട്, പക്ഷി പറവകൾ സുബഹിക്ക് എണീക്കാറുണ്ട്. എണീക്കാത്ത ഒരു ജീവിയും ഈ നാട്ടിലില്ല. എണീക്കാത്ത ജീവിയാണ് നായയും പട്ടിയും. അവർ രാത്രി മുഴുവനും ഓടി നടന്ന് സുബഹിക്ക് മയങ്ങുന്നവരാ. ഇതുപോലെ നമ്മളെ നാട് അർദ്ധരാത്രി വരെ ആൺകുട്ടികളെ പണി എന്താ? കളി കാണലാണ്. പെൺകുട്ടികളെ പണി എന്താ? രസിപ്പിക്കലാണ്. അത്തായം വെച്ചിട്ട് ഒരു കടത്തമാണ്. നായകളെ പോലെ, പട്ടികളെ പോലെ കിടക്കുന്നവർ. ആ വീട്ടിലെത്ര പണം കിട്ടിയാലും അല്ലാഹ് ബർക്കത്ത് ചെയ്യൂല. സുബൈക്ക് എണീക്കാത്ത അള്ളാന്റെ റസൂല് പറയാണ്, രണ്ട് മലക്കുകൾ. ഈ രണ്ട് മലക്കുകളും രാവിലെ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. റസൂലുള്ള പറയാണ്, ആ വീട്ടിൽ വന്നിട്ട് ആർക്കാണ്? പടച്ചോനെ, ഈ പള്ളിക്കൽ ബസാറിലെ മിനി പള്ളിയുടെ പരിസരത്തുള്ള ഈ മെഹമദാക്ക, ഇയാളെ വീട്ടിൽ നിന്ന് 150 ഉറുപ്പ്യന്റെ ചെലവുള്ള പല പദ്ധതിയാണ്. അല്ലാഹുമ്മ അഅതി മുംഫിഖൻ ഖലഫാ, ഈ വീട്ടിൽ നിന്ന് 200 ഉറുപ്പ്യന്റെ വരുമാന മാർഗം നീ കൊടുക്കണേ അല്ലാ. ഈ മലക്കുകൾ ആർക്കാണ്? രണ്ടാമത് പടച്ചോനെ, ആ പാത്തുമ്മ താത്താന്റെ വീട് 250 ഉറുപ്പ്യ ചെലവുള്ള വീടാണ്. അല്ലാഹുമ്മ അഅതി മുംഫിഖൻ ഖലഫാ, ആ വീട്ടുകാരിക്ക് ഒരു 300 ഉറുപ്പ്യന്റെ വരുമാനം നീ എത്തിച്ചു കൊടുക്കണം. ദ്വാരക്കാൻ വേണ്ടി മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരും. വരുമ്പോ മെഹമദാക്ക നായെ പോലെ കിടക്കുന്നു, പാത്തുമ്മത്താത്ത പട്ടിയെ പോലെ കിടക്കുന്നു. ആ വീട്ടിലെ മക്കള് നായക്കുട്ടികളെ പോലെ, പട്ടിക്കുട്ടിയെ പോലെ കിടക്കുന്നു. ആ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് കയറാതെ അവർ തിരിച്ചു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ മക്കളോ, ബാപ്പ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച എത്തപ്പ അധ്വാനം എന്നറിയങ്ങള്. ഞാൻ 2 ദിവസമായി ഉംറയിഞ്ഞ് വന്നതാണ്. പകലേ ഉള്ളൂ, രാത്രിയാ നാട്ടിലില്ല. 15-16 മണിക്കൂർ ആ പകൽ സമയം. അത്രയും നീളമായ പകൽ, നരകത്തിനെ ഉദിപ്പിക്കണ ചൂട്, അത്രയും കടുപ്പുള്ള ചൂട്. രാത്രി കുറഞ്ഞ മണിക്കൂറേ ഉള്ളൂ. നോമ്പ് പറഞ്ഞ തറാവീഹ് ചെയ്യുമ്പോൾ ബിയാൻ കൊടുക്കാനാകും. ആ നാട്ടിൽ ഈ ചൂടിനോട് മല്ലടിച്ചിട്ട് ഇയാൾ നയിച്ചാണ്. ആ പൈസ ഇങ്ങോട്ട് വിടുക നാട്ടിൽ. മക്കളിങ്ങനെ കൂത്താടി നടക്കുക. ഒരു ബർക്കത്തുണ്ടാവോ? അപ്പൊ എന്താ?
ഓപ്പ അത്തായം വെച്ചാണ് കിടന്നിട്ടേ ഉള്ളൂ. സുബൈക്ക് വിളിച്ച അമ്മാക്ക് ധൈര്യം വരുന്നില്ല. മോനെ, ഓന്റെ കുറുമ്പ് മോളെ. അതേ പ്രകാരം ഈ ഉമ്മാക്കും അങ്ങനെ ചിലർക്ക് എന്തൊക്കെ അങ്ങനെ നോമ്പ് പറഞ്ഞപ്പോ എന്താ നല്ല രാത്രി കളിയും കളിയും ചോറ് വെച്ചാണ് കിടന്നതാണ്. ഇന്നത്തെ കളിക്കാൻ ഈച്ചുള്ളൂ. റമദാനാണ്, സ്ത്രീകളെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു തആല ഈ സദഖകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് പാട്ടറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ലൊരു സംഖ്യ കൊടുക്കുക. ഇവിടെ കൂടിയ ആൾക്കാരും ഓല കൊണ്ട് കഴിയുന്ന നല്ലൊരു സംഭാവനകൾ തരിക. അല്ലാഹു തആല അത് കാരണമായി നമ്മളെ മക്കൾ കുടുംബത്തെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا ملك الجبار يا الله സാധുക്കളായ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അതിന്റെ മിഥില് തവാബ് നിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തും റുയത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ഹുദീങ്ങൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അഹ്ലു ബൈത്തുൽ ഖൈർ വസ്സലാഹിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിരവധി തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ്, ദോഷികളാണ്. ഈ മജ്ലിസ് കാരണമായി നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്. പടച്ചോനെ, നല്ലത് കാണേണ്ട കണ്ണുകൊണ്ട് തിന്മ കണ്ടവരാണല്ലോ, നല്ലത് കേൾക്കേണ്ട ചെവിട് കൊണ്ട് തിന്മ കേട്ടവരാണല്ലോ, നല്ലത് പറയേണ്ട നാവുകൊണ്ട് തിന്മ പറഞ്ഞവരാണല്ലോ, നല്ലത് ചിന്തിക്കേണ്ട ഖൽബിൽ ചീത്ത ചിന്തിച്ചവരാണല്ലോ. ഗഫൂറായ റഹീമായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. കോടാനകോടി മുഅ്മിനീങ്ങൾക്ക് നീ കൃപ ചെയ്യുന്ന സമയം, പുറത്തു കൊടുക്കുന്ന സമയം, നീ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഓസാരമായി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാര്, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ മജ്ലിസിൽ പങ്കെടുത്തവർ, സദഖ കൊടുത്തവർ, സംഘടിപ്പിച്ചവർ, സ്വദേശത്തും വിദേശത്തു നിന്ന് സഹായിച്ചവർ, എല്ലാവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാഹ്. ശാരീരികവും മാനസികവും ജിസ്മാനിയും റൂഹാനിയും ശൈത്വാനിയുമായ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാഹ്.
ക്യാൻസർ, ട്യൂമർ, തളർവാദം, അറ്റാക്കുകൾ, പകർച്ചവ്യാധികൾ, പനികൾ, വൈറസുകൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ശ്വാസമുട്ടലുകൾ, കൈകാലുകൾ, കടച്ചിൽ, ഡിസ്ക് വേദന, മുട്ടുവേദന, കണ്ണ് രോഗങ്ങൾ, കാതുരോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, അൾസർ, പൾസ് രോഗങ്ങൾ, ഹാർട്ട് ബ്ലോക്കുകൾ, കിഡ്നി വീക്കുകൾ, മൂത്രക്കല്ലുകൾ, ചർമ്മരോഗങ്ങൾ, ആർത്തവ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാഹ്, മരുന്നിന്റെ അടിമകളാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ശിഫ തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് എല്ലാമെല്ലാമായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട വാപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, അവരെ ഖബറുകളൊക്കെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ അവരെ ഖബറിൽ നീ നേരം പോക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാമെല്ലാമായ മക്കളെ സ്വാലിഹീങ്ങളാക്കണം തമ്പുരാനെ. എല്ലാ രംഗത്തും ഉയർച്ച നൽകണേ അല്ലാഹ്. മക്കൾ, ഭാര്യമാര്, കുടുംബത്തിൽ കണ്ണ് കുളിർമയാക്കണേ അല്ലാഹ്. അവരെ പേരിൽ ഞങ്ങളെ വിഷമിപ്പിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ വീട് ബർക്കത്തുള്ള വീടാക്കണേ അല്ലാഹ്. അന്തസ്സും ഇസ്സത്തുമുള്ള വീടാക്കണേ അല്ലാഹ്. ഒരു മാനക്കേടിലോ നാണക്കേടിലോ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൾഫ് രാജ്യത്തും വിദേശത്തും സ്വദേശത്തും കച്ചവടങ്ങൾ, ജോലികൾ, കൃഷികൾ, വാഹനങ്ങൾ, തൊഴിലുകൾ, ഉദ്യോഗങ്ങൾ എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. നിന്നെ പേടിക്കുന്ന ഖൽബ് തരണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ല തമ്പുരാനെ. ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷിക്കണം തമ്പുരാനെ. നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഖബർ സന്തോഷമാക്കണേ അല്ലാഹ്. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. മീസാനിൽ ഹസനാത്ത് ഭാരമാക്കണം തമ്പുരാനെ. സിറാത്ത് പാലം മിന്നറിയും പോലെ കടത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്ത് നബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നി കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹാർട്ട് കാക്കണേ അല്ലാഹ്. തരുന്നതിലൊക്കെ നീ ഐശ്വര്യം നൽകണം തമ്പുരാനെ. തുടങ്ങി വെച്ച പദ്ധതികളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അഭിമാനത്തോടെ ഉയർത്തി കൈകളുണ്ടല്ലോ റബ്ബേ. നാളെ ദുനിയാവിന് വേണ്ടി മറ്റൊരാളെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേട് പോലല്ലോ. നീ ഞങ്ങളെ രക്ഷിക്കണം തമ്പുരാനെ. നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. بفضل صلى الله